ഹായ് ഫ്രണ്ട്സ്, മിന്നുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതായത് നമ്മുടെ ഗിവ് അവേ ആയിരിക്കും. അതായത് ഞാനൊരു വാട്ടർ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നത്. അതൊരു താമരയുടെ ട്യൂബറാണ്. അപ്പം ഞാൻ താമര ഇളക്കാൻ പോകുന്നത് കൊണ്ടാണ്, അതിൻ്റെ ട്യൂബർ എടുക്കാൻ പോകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ താമര ഇഷ്ടമുള്ളവർക്ക്, താമര വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാം. നമ്മുടെ ഈ ഗിവ് അവേയിൽ പങ്കെടുത്തോളൂ. അത് നമ്മൾ വാട്സപ്പിലൊന്നും അതിൻ്റെ ആൻസർ ഇട്ട് തരണ്ട. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം എത്ര പേര് കമൻറ്റ് ചെയ്യുന്നു ആൻസർ ശരിയായിട്ട് ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഞാൻ നറുക്കിട്ട് ആളുകളെ തിരഞ്ഞെടുക്കും. ഈ താമരയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്യൂബറാണ് ഞാൻ തരുന്നത്. ഈ ഭംഗിയുള്ള ഈ താമര, ഈ ചുവന്ന കളറിലെ റെഡ് പിയൂണി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന നല്ല വലിപ്പമുള്ള ട്യൂബർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം തന്നെ അത് പിടിച്ച് കിട്ടുകയും നല്ലൊരു പ്ലാന്റായിട്ട് വളർത്തിയെടുക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നല്ല വലിപ്പമുള്ള ട്യൂബർ തന്നെ തരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഭംഗിയുള്ള താമര നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഈ ഗിവ് അവേയിൽ പങ്കെടുത്തോളൂ. ഇതിൻ്റെ ആൻസർ ഈ കമൻറ്റിൽ, ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റിൽ ഇട്ടോളൂ. എല്ലാവർക്കും പങ്കെടുക്കാം, സമ്മാനം നേടാം. നമ്മൾ ഒരാൾക്കേ സമ്മാനം കൊടുക്കത്തുള്ളെന്ന് ഓർക്കണം. ഈ ഗിവ് അവേയുടെ ഡേറ്റ് നമ്മൾ എടുക്കുന്നത് 2/9/2025 മുതൽ 13/9/2025 വരെയാണ് നമ്മൾ സമയം എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 14/9/2025 നമ്മൾ നറുക്കിട്ട് വിന്നറിനെ തിരഞ്ഞെടുക്കും. വിന്നറിനെ തേടി വരുന്നത് സൂപ്പർ ചെടിയാണ്, താമരയാണെന്ന് ഓർക്കണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ മനസ്സിലാകത്തുള്ളൂ. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറേ കുട്ടികൾ, സ്കൂളിലെ കുട്ടികൾ, അവർ അത്തപ്പൂക്കള മത്സരത്തിന് പോവുകയാണ് കേട്ടോ. അവരിങ്ങനെ അത്തപ്പൂക്കള മത്സരത്തിന് സ്കൂളിൽ പങ്കെടുക്കാൻ പോയി അവരിങ്ങനെ ആലോചിക്കുകയാണ് നമ്മൾ ഏത് ഡിസൈൻ ഇടണം, എങ്ങനെയൊക്കെ ഇടണമെന്നൊക്കെ അവർ കൂട്ടായിട്ടിരുന്ന് ആലോചിക്കുകയാണ്. അപ്പം നല്ല ഭംഗിയുള്ള അത്തപ്പൂക്കളത്തിനല്ലേ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതൊക്കെ അവരാലോചിച്ച് അവർ റെഡിയാക്കി കുറേ അധികം പൂക്കൾ അവർ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പം സ്കൂളിൽ എത്തിയിരിക്കുന്നത്. കുട്ടികൾ നല്ല രീതിയിലൊക്കെ അത്തപ്പൂ ഇടണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ ഫസ്റ്റ് വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടല്ലോ. അതായത് പല ഗ്രൂപ്പുകൾ തിരിഞ്ഞാണല്ലോ മത്സരം നടക്കുന്നത്. അപ്പം ഈ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് അവർക്ക് ഫസ്റ്റ് തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നല്ല രീതിയിലൊക്കെ അത്തപ്പൂ ഇടണം, ഇതിൻ്റെ സമ്മാനങ്ങൾ നേടണം എന്നൊക്കെ കുട്ടികൾ ആലോചിക്കുന്നുണ്ട്. അപ്പം അതിന് പറ്റിയ ഡിസൈനൊക്കെ വേണ്ടേ, അല്ലാതെ ചുമ്മാ തങ്ങിട്ട് കൊടുത്ത് വെച്ചാൽ ചിലപ്പം അതിന് ഫസ്റ്റ് കിട്ടത്തൊന്നുമില്ല. അതൊക്കെ അവർക്കറിയാം. ടീച്ചർമാരല്ലേ അതൊക്കെ വന്നിട്ട് എല്ലാ പൂക്കളങ്ങളും നോക്കിയിട്ട് അതിൽ ഭംഗിയുള്ളതും പൂക്കൾ ഒരുപാടുള്ളതും ഒക്കെ അല്ലേ ഫസ്റ്റ് കൊടുക്കത്തുള്ളൂ. ഇതൊക്കെ അവർക്കും അറിയാം. കുട്ടികൾ കൊണ്ടുവന്ന പൂക്കളെല്ലാം അവരെടുത്ത് മാറ്റി അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒന്നും വാടിപ്പോകാതിരിക്കാൻ അവർ കവറിലൊക്കെ തുറന്ന് വെച്ചിരിക്കുകയാണ്. ആ പൂക്കളെല്ലാം നോക്കിക്കൊണ്ടൊരു കുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ഒരു കവറിലിരിക്കുന്ന പൂക്കൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് സൂക്ഷിച്ച് നോക്കി അത് വാരി നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതിന് മനസ്സിലാകുന്നില്ല ഇത് ഏത് പൂവാണെന്ന്. അന്നേരം അത് മറ്റു കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, ഇത് ഏത് പൂവാ, നല്ല രസമുണ്ടല്ലോ കാണാൻ, ഇതിൻ്റെ പേരൊന്ന് പറയാമോ എന്നൊക്കെ അത് ചോദിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്, നമ്മൾ ഏത് ഡിസൈൻ ഇടണം, എങ്ങനെ ഇടണം, ഏത് പൂവ് ആദ്യം ഇടണം എന്നൊക്കെ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ഡിസൈൻ വരയ്ക്കാം, അപ്പം നിങ്ങൾ അതുപോലെ അങ്ങ് പൂക്കൾ ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കുട്ടി കളർ ചോക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങി. അപ്പം നല്ല ഭംഗിയുള്ള രീതിയിലാണ് ആ കുട്ടി വരയ്ക്കുന്നത്. അതെല്ലാവരും ശ്രദ്ധയോടെ നോക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. ചില കുട്ടികൾ പറഞ്ഞ് നമുക്ക് വേറെ വരച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി പറഞ്ഞു കുഴപ്പമില്ല, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണ്, ഇത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടിക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആ കുട്ടി ഈ ചോക്ക് പിടിച്ചു വാങ്ങി വരയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും മറ്റേ കുട്ടിയുടെ ആ ഒരു ഡിസൈൻ അങ്ങ് തെറ്റി. ആ കുട്ടി ദേഷിച്ച്, എന്തിനാണ് ഇതിങ്ങനെ പന്നലാക്കിയത്, നല്ല രീതിയിൽ ഞാൻ വരച്ചുകൊണ്ട് വന്നിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം ഈ മറ്റേ കുട്ടിയെ വഴക്ക് പറയുന്നുണ്ട്. എന്തിനാണ് ഇതിങ്ങനെ നശിപ്പിച്ച് കളഞ്ഞത്, നല്ല രീതിയിൽ വരയ്ക്കുമായിരുന്നല്ലോ, ഇനിയിപ്പോൾ എന്തോ ചെയ്യും, സമയം പോവുമല്ലോ
നമുക്കിനി പൂവിടണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വരച്ചോളാം. അന്നേരം മറ്റേ കുട്ടി പറഞ്ഞു ശരി എന്നാൽ ആ കുട്ടി വരയ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി വേറെ ഡിസൈനാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതും നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ട്. ആ കുട്ടി വരച്ച ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, നമുക്കിത് തന്നെ ഇടാം, ഇതിൽ അത്തപ്പൂ ഇടാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ അവർ പൂക്കളെല്ലാം എടുത്തുകൊണ്ട് വന്ന് അത്തപ്പൂ ഇടാൻ തുടങ്ങി. അങ്ങനെ എല്ലാ കുട്ടികളും നല്ല ധൃതിയിലാണ് അത്തപ്പൂ ഇടുന്നത്. കാരണം സമയം കുറച്ചേ ഉള്ളൂ. അവരിട്ട അത്തപ്പൂ ഇതാണ് കണ്ടോ, നല്ല ഭംഗിയുള്ള അത്തപ്പൂവല്ലേ അവരിട്ടത്. അവർ ഇങ്ങനെ അത്തപ്പൂവൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ സമ്മാനം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവർ ഇട്ട അത്തപ്പൂവിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. കുട്ടികളെല്ലാം സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ചു, ഞാൻ അത്തപ്പൂക്കളമൊക്കെ നിങ്ങൾ ഇടുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് പൂക്കൾ കാട്ടി ചോദിച്ചായിരുന്നല്ലോ, ആ പൂവിൻ്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചായിരുന്നു, നിങ്ങളാരും അത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന കുട്ടി പറഞ്ഞപ്പോൾ മറ്റു കുട്ടികൾ പറഞ്ഞു, ആര് പറഞ്ഞു, ഒരു കുട്ടി പറഞ്ഞല്ലോ അതിൻ്റെ പേര്, നീ ശ്രദ്ധിച്ചില്ലേ? അങ്ങനെ ആ കുട്ടി കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ആ പൂവിൻ്റെ പേര് മനസ്സിലായി കേട്ടോ എന്ന് പറഞ്ഞ് അന്നേരം എല്ലാ കുട്ടികളും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനിനി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഒരു കുട്ടി ചോദിച്ചല്ലോ കവറിലിരുന്ന പൂക്കൾ ഏതാണെന്ന്. അത് ആ കുട്ടി ചോദിച്ച പൂക്കൾ ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് ഏത് പൂവാണെന്ന്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ് എൻ്റെ ചോദ്യം. ആ പൂവിൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ തന്നെ ഇട്ടോളൂ ആ പൂവിൻ്റെ പേര്. പിന്നെ നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഒന്നും പറയാനില്ല. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം.